വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 5-ാം അധ്യായം. മഹാനദി മുതൽ ഫിലിസ്ത്യരുടെ നാട്ടിലും ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള രാജ്യങ്ങളിലും സോളമൻ ഭരണാധികാരിയായിരുന്നു. അവർ കാഴ്ച കൊണ്ടുവരികയും സോളമനെ അവന്റെ ജീവിതകാലം മുഴുവൻ സേവിക്കുകയും ചെയ്തിരുന്നു. സോളമന്റെ ഒരു ദിവസത്തെ ഭക്ഷ്യവസ്തുക്കൾ 30 കോർ നേരിയ മാവ്, 60 കോർ യവമാവ്, 10 കൊഴുത്ത കാളകൾ, 20 മേച്ചിൽ കാളകൾ, 100 ആടുകൾ എന്നിവയായിരുന്നു. കൂടാതെ കലമാൻ, പേടമാൻ, മ്ലാവ്, കൊഴുത്ത പക്ഷികൾ എന്നിവയും. തിബ്സ മുതൽ ഗാസ വരെ മഹാനദിയുടെ ഇക്കരെ മുഴുവനിലും മഹാനദിയുടെ ഇക്കരെയുള്ള എല്ലാ രാജാക്കന്മാരെയും അവൻ തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളുമായി അവൻ സമാധാനത്തിലായിരുന്നു. സോളമന്റെ നാളുകളൊക്കെയും യൂദായും ഇസ്രായേലും, അതായത് ദാൻ മുതൽ ബെർശബ വരെ ഓരോരുത്തനും തന്റെ മുന്തിരിയുടെ ചുവട്ടിലും തന്റെ അത്തിയുടെ ചുവട്ടിലും സുരക്ഷിതമായി ജീവിച്ചു. സോളമന് തന്റെ നേർക്കുതിരകൾക്കായി 40,000 ലായങ്ങളും 12,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. ഈ മേൽനോട്ടക്കാരിൽ ഓരോ ആളും തനിക്ക് നിശ്ചയിക്കപ്പെട്ട മാസത്തിൽ സോളമൻ രാജാവിനും സോളമൻ രാജാവിന്റെ മേശയെ സമീപിച്ചിരുന്ന ഓരോരുത്തനും വേണ്ടവ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ ഒരു കാര്യത്തിനും കുറവ് വരുത്തിയിരുന്നില്ല. ഓരോ ആളും തന്റെ മുറപ്രകാരം കുതിരകൾക്കും പടക്കുതിരകൾക്കും ബാർലിയും വൈക്കോലും യഥാസ്ഥാനത്ത് എത്തിച്ചു കൊടുത്തിരുന്നു. ദൈവം സോളമന് ജ്ഞാനവും അളവറ്റ അറിവും കടൽ തീരത്തെ മണൽ പോലെ ഹൃദയവിശാലതയും നൽകി. സോളമന്റെ ജ്ഞാനം എല്ലാ പൗരസ്ത്യരുടെയും ജ്ഞാനത്തെയും ഈജിപ്തിന്റെ എല്ലാ ജ്ഞാനത്തെയും അതിശയിക്കുന്നതായിരുന്നു. അവൻ എസ്രാഹിനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദാർദ തുടങ്ങി എല്ലാ മനുഷ്യരെയും കാൾ ജ്ഞാനിയായിരുന്നു. ചുറ്റുമുള്ള എല്ലാ ജനതകൾക്കുമിടയിൽ അവന് പേരുണ്ടായിരുന്നു. അവൻ 3000 സുഭാഷിതങ്ങൾ മൊഴിഞ്ഞു. അവൻ്റെതായി 1005 ഗീതങ്ങൾ ഉണ്ടായിരുന്നു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന ഹിസോപ്പ് വരെ ഭൂമിയിലെ മരങ്ങളെക്കുറിച്ച് അവൻ പ്രതിപാദിച്ചിരുന്നു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. സോളമന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരിൽ നിന്നും എല്ലാ ജനതകളിൽ നിന്നുമുള്ളവർ അവന്റെ ജ്ഞാനം കേൾക്കാൻ വന്നിരുന്നു. സോളമനെ അവന്റെ പിതാവിന് പകരം രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് ടൈർ രാജാവായ ഹീരാം കേട്ടതിനാൽ അയാൾ തന്റെ സേവകരെ അവന്റെ അടുത്തേക്ക് അയച്ചു. എന്തെന്നാൽ ദാവീദിനോട് ഹീരാം എക്കാലവും മൈത്രിയിലായിരുന്നു. സോളമൻ ഹീരാമിന്റെ അടുത്തേക്ക് ആളയച്ച് പറഞ്ഞു, എന്റെ പിതാവായ ദാവീദിനെ വലയം ചെയ്തു വരെയുമായുള്ള യുദ്ധം അവന് കർത്താവ് അവരെ തന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുന്നതുവരെ തന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിനായി ഒരു ആലയം പണിയാൻ കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാമല്ലോ. എന്നാൽ ഇപ്പോൾ എന്റെ ദൈവമായ കർത്താവ് ചുറ്റുപാടും നിന്ന് എനിക്ക് വിശ്രമം നൽകിയിരിക്കുന്നു. എനിക്ക് ഒരു പ്രതിയോഗിയുമില്ല, ഒരു ദുരന്തവുമില്ല. നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിന്റെ മകനായിരിക്കും എന്റെ മഹത്വത്തിന് ഒരു ആലയം പണിയുന്നത് എന്ന് കർത്താവ് എന്റെ പിതാവായ ദാവീദിനോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ ഇതാ എന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തിന് ഒരാലയം നിർമ്മിക്കുന്നതിന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ ഇപ്പോൾ ലെബനോനിൽ നിന്നും എനിക്കായി ദേവദാരു മുറിക്കാൻ ആജ്ഞാപിച്ചാലും എന്റെ സേവകന്മാർ നിന്റെ സേവകന്മാരോട് കൂടി ഉണ്ടായിരിക്കും.
നീ പറയുന്നത് പോലെയെല്ലാം നിന്റെ സേവകർക്ക് ഞാൻ കൂലി നൽകാം. എന്തെന്നാൽ സീദോൻകാരെ പോലെ മരം മുറിക്കാൻ അറിയാവുന്ന ആരും ഞങ്ങളുടെ ഇടയിലില്ലെന്ന് നിനക്കറിയാമല്ലോ. സോളമന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹീരാം ഏറെ സന്തോഷിച്ചു പറഞ്ഞു, ഈ മഹത്തായ ജനത്തിനായി ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് ഇന്ന് വാഴ്ത്തപ്പെടട്ടെ. സോളമന്റെ പക്കലേക്ക് ഹീരാം ആളയച്ചു പറഞ്ഞു, അങ്ങ് എന്റെ അടുക്കിലേക്ക് അയച്ചയാളെ ഞാൻ കേട്ടു. ദേവദാരു മരത്തെയും സരള മരത്തെയും സംബന്ധിച്ച അങ്ങയുടെ ആഗ്രഹമെല്ലാം ഞാൻ സാധിച്ചു തരാം. എന്റെ ദാസന്മാർ ലെബനോനിൽ നിന്നും അവ സമുദ്രത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരും. അങ്ങ് നിശ്ചയിക്കുന്ന സ്ഥലം വരെ കടൽ മാർഗം കെട്ടുകളായി എത്തിച്ച് അവിടെ വെച്ച് ഞാൻ കെട്ടുപൊട്ടിക്കുമ്പോൾ അങ്ങ് അവ ഏറ്റെടുക്കണം. എന്നിട്ട് എന്റെ ഭവനത്തിന് ഭക്ഷ്യവിഭവം നൽകി അങ്ങ് എന്റെ ആഗ്രഹം നിവർത്തിക്കണം. അങ്ങനെ ഹീരാം സോളമന് അവന്റെ എല്ലാ ആവശ്യവും അനുസരിച്ച് ദേവദാരു മരവും സരള മരവും നൽകിക്കൊണ്ടിരുന്നു. സോളമൻ ഹീരാമിന്റെ ഭവനത്തിന് ഭക്ഷ്യവസ്തുവായി 20,000 കോർ ഗോതമ്പും ആട്ടിയെടുത്ത 20,000 കോർ എണ്ണയും നൽകി. സോളമൻ ഹീരാമിന് വർഷം തോറും ഇപ്രകാരം കൊടുത്തിരുന്നു. സോളമനോട് അരുൾ ചെയ്തതനുസരിച്ച് കർത്താവ് അവന് ജ്ഞാനം നൽകി. ഹീരാമിനും സോളമനും ഇടയിൽ സമാധാനമുണ്ടായിരുന്നു. അവരിരുവരും ഉടമ്പടിയിൽ ഏർപ്പെട്ടു. സോളമൻ രാജാവ് ഇസ്രായേൽ മുഴുവനിലും നിന്ന് അടിമപ്പണിക്കാരെ കൊണ്ടുവന്നു. അടിമപ്പണിക്കാർ 30,000 പേരായിരുന്നു. അവൻ 10,000 പേരെ വീതം മാസം തോറും മാറി മാറി ലെബനോനിലേക്ക് അയച്ചിരുന്നു. അവർ 1 മാസം ലെബനോനിലും 2 മാസം ഭവനത്തിലും ആയിരുന്നു. അടിമപ്പണിക്കാരുടെ മേലാൽ അദോണിറാമായിരുന്നു. സോളമന് 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ജോലിയിൽ മുഖ്യ മേൽനോട്ടക്കാരായവരെ കൂടാതെ സോളമന് ജനങ്ങൾക്കിടയിൽ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ നേതാക്കന്മാരായി 3,300 പേരുണ്ടായിരുന്നു. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ഭവനത്തിന് അടിസ്ഥാനമിടാൻ അവർ വലിയ കല്ലുകൾ, അതായത് വില പിടിച്ച കല്ലുകൾ, ചെത്തിയ കല്ലുകൾ കൊണ്ടുവന്നു. സോളമന്റെ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ഗേബാൽക്കാരും ദേവാലയം പണിയാൻ കല്ലുകളും മരങ്ങളും ചെത്തിമിനുക്കി തയ്യാറാക്കി. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേലിയർ ഈജിപ്ത് ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 480-ാം വർഷം, സോളമൻ ഇസ്രായേലിന് മേൽ രാജാവായതിന്റെ 4-ാം വർഷം, സ്ലീവു മാസത്തിൽ, അതായത് 2-ാം മാസത്തിൽ അവൻ കർത്താവിന് ഭവനം പണിതു. സോളമൻ രാജാവ് കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന്റെ നീളം 60 മുഴവും വീതി 20 മുഴവും ഉയരം 30 മുഴവുമായിരുന്നു. ആലയത്തിന്റെ നടുത്തളത്തിന് മുമ്പിലെ പൂമുഖത്തിന്റെ നീളം ആലയത്തിന്റെ വീതിക്കൊപ്പം 20 മുഴം, അതിന്റെ വീതി ആലയത്തിനൊപ്പം 10 മുഴം. ആലയത്തിന് അടയ്ക്കപ്പെട്ട ജനൽ ചട്ടങ്ങൾ അവൻ ഉണ്ടാക്കി. നടുത്തളത്തോടും വിശുദ്ധ സ്ഥലത്തോടും ചേർന്നുള്ള ആലയ ഭിത്തികൾക്ക് ചുറ്റുമായി ആലയത്തിന്റെ ചുറ്റുമതിലിനോട് ചേർന്ന് അവൻ കിടപ്പിടം പണിതു. അങ്ങനെ അവൻ ചുറ്റും ചാർത്തുകൾ നിർമ്മിച്ചു. ഏറ്റവും താഴെയുള്ള കിടപ്പിടത്തിന്റെ വീതി 5 മുഴവും നടുക്കുള്ളതിന്റെ വീതി 6 മുഴവും മൂന്നാമത്തതിന്റെ വീതി 7 മുഴവുമായിരുന്നു. ആലയത്തിന്റെ ഭിത്തിമേൽ ചാർത്ത് പിടിപ്പിക്കാതിരിക്കാൻ ആലയത്തിന്റെ ഭിത്തിക്ക് പുറത്ത് ചുറ്റും അവൻ തുലാമുകൾ ഘടിപ്പിച്ചു. ആലയം പണിയപ്പെട്ടപ്പോൾ പാറമടയിൽ തയ്യാറാക്കിയ കല്ലുകൊണ്ടാണ് അത് പണിയപ്പെട്ടത്. അതിനാൽ അത് പണിയപ്പെട്ടപ്പോൾ ചുറ്റികകളോ കോടാലിയോ ഇരുമ്പിന്റെ ഏതെങ്കിലും ഉപകരണമോ ആലയത്തിൽ മുഴങ്ങി കേട്ടിരുന്നില്ല. താഴത്ത് ചാർത്തിന്റെ പ്രവേശനം ആലയത്തിന്റെ വലതുവശത്തായിരുന്നു. ചുറ്റുകോവണിയിലൂടെ മധ്യനിലയിലേക്കും മധ്യത്തിൽ നിന്ന് മൂന്നാമത്തേതിലേക്കും ആളുകൾക്ക് കയറാമായിരുന്നു.
അങ്ങനെ അവൻ ആലയം പണിത് പൂർത്തിയാക്കി. ദേവദാരു പലകകളും പട്ടികകളും കൊണ്ട് ആലയത്തിന് മച്ചു പിടിപ്പിച്ചു. അവൻ ആലയം മുഴുവനും ചേർന്ന് കിടപ്പിടങ്ങൾ പണിതു. അതിന്റെ ഉയരം 5 മുഴം. ദേവദാരു തടി കൊണ്ട് അവൻ അവ ആലയത്തോട് ഘടിപ്പിച്ചു. സോളമൻ ഇപ്രകാരം കർത്താവിന്റെ അരുളപ്പാടുണ്ടായി: നീ നിർമ്മിക്കുന്ന ഈ ആലയത്തെ സംബന്ധിച്ച് കേട്ടാലും, നീ എന്റെ ചട്ടങ്ങളിൽ നടക്കുകയും എന്റെ പ്രമാണങ്ങൾ അനുവർത്തിക്കുകയും അവയിൽ വ്യാപരിച്ചുകൊണ്ട് എന്റെ കൽപ്പനകളും കാക്കുകയും ചെയ്താൽ, നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ ചെയ്ത എന്റെ വാക്ക് നീയുമായി ഞാൻ ഉറപ്പിക്കും. ഇസ്രായേല്യരുടെ മധ്യേ ഞാൻ വസിക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ആലയം പണിത് പൂർത്തിയാക്കി. ആലയത്തിന്റെ ഭിത്തിയുടെ ഉൾവശം ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. ആലയത്തിന്റെ തറ മുതൽ തട്ടിന്റെ ഭിത്തികൾ വരെ ആലയത്തിൽ തടി നിരത്തി. ആലയത്തിന്റെ തറ സരള മരപലകകൾ കൊണ്ട് പൊതിഞ്ഞു. തറ മുതൽ തട്ട് വരെ ആലയത്തിന്റെ പുറകുവശം 20 മുഴം ദേവദാരു പലക കൊണ്ട് പണിതു. അങ്ങനെയാണ് അവൻ അതിവിശുദ്ധ സ്ഥലത്തെ ശ്രീകോവിലിന്റെ ഉൾവശം പണിതത്. ദേവാലയത്തിന്റെ മുൻഭാഗമായ ആലയത്തിന് 40 മുഴം നീളമുണ്ടായിരുന്നു. ആലയത്തിന്റെ അകത്തുള്ള ദേവദാരു തടി അലങ്കാര പണികളും വിടർന്ന പുഷ്പങ്ങളുമുള്ളവയായിരുന്നു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ലൊന്നും കാണാനില്ലായിരുന്നു. ആലയത്തിന്റെ ഉള്ളിൽ കർത്താവിന്റെ ഉടമ്പടി പേടകം സ്ഥാപിക്കുന്നതിന് ശ്രീകോവിൽ സജ്ജമാക്കി. ശ്രീകോവിലിന് 20 മുഴം നീളവും 20 മുഴം വീതിയുമായിരുന്നു. അതിന്റെ ഉയരം 20 മുഴവും. അവൻ അത് സ്വർണം പൊതിഞ്ഞു. അതിന്റെ മുൻഭാഗത്തെ ബലിപീഠം അവൻ ദേവദാരു കൊണ്ട് പൊതിഞ്ഞു. സോളമൻ ആലയത്തിന്റെ അകം സ്വർണ പാളി കൊണ്ട് പൊതിഞ്ഞു. ശ്രീകോവിലിന്റെ മുമ്പിൽ സ്വർണ ചങ്ങലകൾ കുറുകെ വലിച്ചു നാട്ടി. അത് സ്വർണം പൊതിഞ്ഞു. ആലയം മുഴുവൻ, ആലയമെമ്പാടും അവൻ സ്വർണം പൊതിഞ്ഞു. ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന ബലിപീഠം മുഴുവൻ അവൻ സ്വർണം പൊതിഞ്ഞു. ശ്രീകോവിലിൽ ഒലിവുതടി കൊണ്ട് അവൻ 2 കെരൂബുകൾ നിർമ്മിച്ചു. അവയുടെ ഉയരം 10 മുഴം. കെരൂബിന്റെ ഒരു ചിറക് 5 മുഴം. കെരൂബിന്റെ രണ്ടാമത്തെ ചിറക് 5 മുഴം. അതിന്റെ ഒരു ചിറകിന്റെ അഗ്രത്ത് നിന്ന് മറ്റേ ചിറകിന്റെ അഗ്രം വരെ 10 മുഴം. രണ്ടാമത്തെ കെരൂബിനും 10 മുഴം. 2 കെരൂബുകൾക്കും ഒരേ രൂപവും ഒരേ അളവും. ഒരു കെരൂബിന്റെ ഉയരം 10 മുഴം. രണ്ടാമത്തെ കെരൂബും അങ്ങനെ തന്നെ. ആലയത്തിനകത്ത് മധ്യഭാഗത്തായി അവൻ കെരൂബുകളെ സ്ഥാപിച്ചു. കെരൂബുകളുടെ ചിറകുകൾ വിടർന്നിരുന്നു. ഒരെണ്ണത്തിന്റെ ചിറക് ഭിത്തിയിൽ സ്പർശിച്ചിരുന്നു. രണ്ടാമത്തെ കെരൂബിന്റെ ചിറക് രണ്ടാമത്തെ ഭിത്തിയിൽ സ്പർശിച്ചിരുന്നു. അവയുടെ ചിറകുകൾ ആലയ മധ്യത്തിൽ ഒരു ചിറക് മറ്റേ ചിറകിനെ സ്പർശിച്ചിരുന്നു. അവൻ കെരൂബുകളെയും സ്വർണം പൊതിഞ്ഞു. ആലയത്തിന്റെ ചുറ്റുമുള്ള ഭിത്തികളുടെയെല്ലാം അകവും പുറവും കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും വിടർന്ന പുഷ്പങ്ങളുടെയും രൂപശില്പങ്ങൾ അവൻ കൊത്തിവച്ചു. ആലയത്തിന്റെ അകത്തെയും പുറത്തെയും തറ അവൻ സ്വർണം പൊതിഞ്ഞു. ശ്രീകോവിലിന്റെ പ്രവേശന കവാടം, ഒലിവുതടിയുടെ കതകുകൾ, മേൽപ്പടി, പഞ്ചമുഖ കട്ടിലക്കാലുകൾ എന്നിവ അവൻ നിർമ്മിച്ചു. ഒലിവുതടിയുടെ 2 കതകുകളുടെയും മേൽ അവൻ കെരൂബുകൾ, ഈന്തപ്പനകൾ, വിടർന്ന പുഷ്പങ്ങൾ എന്നിവയുടെ രൂപശില്പങ്ങൾ കൊത്തിവെച്ച് സ്വർണം പൊതിഞ്ഞു. കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും മേൽ അവൻ സ്വർണം അടിച്ചു പതിപ്പിച്ചു. അതുപോലെ ദേവാലയത്തിന്റെ കവാടത്തിൽ ഒലിവുതടിയുടെ ഒരു കട്ടില ചതുരത്തിലുണ്ടാക്കി. സരളമരത്തിന്റെ 2 കതകുകളും. ഒന്നാമത്തെ കതകിന്റെ 2 പാളികൾ മടങ്ങുന്നവയായിരുന്നു. രണ്ടാമത്തെ കതകിന്റെ 2 പാളികളും മടങ്ങുന്നവയായിരുന്നു. അവൻ കെരൂബുകളും ഈന്തപ്പനകളും
വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചു. അടിച്ചു പരത്തിയ സ്വർണം കൊത്തുപണിക്കുമേൽ പൊതിഞ്ഞു. അകത്തെ അങ്കണം ചെത്തിയൊരുക്കിയ 3 നിര കല്ലും 1 നിര ദേവദാരു തടിയും കൊണ്ട് നിർമ്മിച്ചു. 4-ാം വർഷം സീവു മാസത്തിലാണ് കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനമിടപ്പെട്ടത്. 11-ാം വർഷം 8-ാം മാസം, അതായത് ഭൂൽമാസം, എല്ലാ സാമഗ്രികളോട് കൂടെയും സകലവിധി പ്രകാരവും അവൻ ആലയം പൂർത്തിയാക്കി. 7 വർഷം കൊണ്ടാണ് അവൻ അത് പണിതത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ഉസിയ രാജാവ് മരിച്ച വർഷം നാഥൻ ഉന്നതനും ഉയർത്തപ്പെട്ടവനുമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ആലയത്തിൽ നിറഞ്ഞു നിന്നു. അവിടുത്തേക്ക് മുകളിലായി സെറാഫുകൾ നിന്നിരുന്നു. ഓരോന്നിനും 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. ഓരോന്നും 2 ചിറകുകൾ കൊണ്ട് തന്റെ മുഖം മറച്ചിരുന്നു. 2 എണ്ണം കൊണ്ട് തന്റെ പാദങ്ങൾ മറച്ചിരുന്നു. മറ്റു 2 എണ്ണം കൊണ്ട് പറന്നിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. പ്രഘോഷിക്കുന്നവന്റെ ശബ്ദത്താൽ വാതിൽപ്പടികൾ ഇളകുകയും ആലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, കാരണം ഞാൻ തകർന്നിരിക്കുന്നു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ ആ സെറാഫുകളിലൊന്ന് തന്റെ കയ്യിൽ ബലിപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ കുറ്റം നീക്കപ്പെടും, നിന്റെ പാപം ക്ഷമിക്കപ്പെടും. അനന്തരം നാഥന്റെ ശബ്ദം മുഴങ്ങുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടുന്ന് അരുളി ചെയ്തു, പോവുക, ഈ ജനത്തോട് പറയുക, നിങ്ങൾ തീർച്ചയായും കേൾക്കും, ഗ്രഹിക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, മനസ്സിലാക്കുകയില്ല. തങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് തങ്ങളെ തന്നെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയത്തെ നീ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. ഞാൻ ചോദിച്ചു, എന്റെ കർത്താവേ, എന്നുവരെ? അവിടുന്ന് അരുൾ ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെ നശിക്കുകയും ഭവനങ്ങൾ മനുഷ്യനില്ലാതാവുകയും ദേശം തകർന്ന് നാശമാവുകയും ചെയ്യുന്നതുവരെ. കർത്താവ് മനുഷ്യനെ വിദൂരത്തേക്ക് അയക്കുകയും ദേശമധ്യേ പരിത്യക്താവസ്ഥ വർദ്ധിക്കുകയും ചെയ്യും. അതിൽ 10-1 അവശേഷിച്ചാൽ അത് അഗ്നിക്കിരയാകും. ടർപ്പന്റൈൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ അത് അവശേഷിക്കും. അതിന്റെ കുറ്റി ഒരു വിശുദ്ധ ബീജമായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾക്കിടയിൽ ചിലർ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരുക?
ക്രിസ്തു ദാവീദിന്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിന്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്. അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ പിടികൂടാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, ഇങ്ങനെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ അവനോട് പ്രതിവചിച്ചു, നീയും ഗലീലിയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലിയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും താങ്കളുടെ വീടുകളിലേക്ക് പോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ